ന്യൂട്രിചാർജ് കിഡ്സ്. അപ്പോൾ ഇത് കുട്ടികൾക്കുള്ളതാണെന്നാണ് നമ്മളിപ്പോൾ സാറ് പരിചയപ്പെടുത്തുക. പക്ഷേങ്കിൽ ഏത് പ്രായക്കാർക്കും നമുക്കിത് കഴിക്കാം. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ 48 ന്യൂട്രിയൻസ് ആണ്. നമ്മൾ ബൂസ്റ്റും ഹോർലിക്സും ഒക്കെ നമ്മുടെ മക്കൾക്ക് വാങ്ങി കൊടുക്കും. പക്ഷേങ്കിൽ അതിലെന്താണ് അടങ്ങിയിരിക്കുന്നത് നമ്മൾ ഒന്ന് തിരിച്ചറിയാറില്ല. ഇതിവിടെ നിന്ന് പോകുന്നതിന് മുന്നേ എല്ലാവരും ഇത് വന്ന് നോക്കിയിട്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എത്രമാത്രം ഉണ്ട് എന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിനുള്ളത് 3 തരം പ്രോട്ടീനുകളുണ്ട്, പിന്നെ 10ഓളം ഔഷധികളുണ്ട്, ബൊട്ടാണിക്കൽസുകൾ. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് ഇരട്ടി മധുരമുണ്ട്. നമ്മൾ സ്വരം നന്നാവാൻ എല്ലാവരും സാധാരണ എന്താണ് ഉപയോഗിക്കാറ്? പാട്ടുകാരോടൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ ചോദിച്ചാൽ അറിയാം, സ്വരം നന്നാവാൻ ഇരട്ടി മധുരം. പിന്നെ വിശപ്പ് കൂട്ടാനായിട്ട് നമുക്ക് ഇതിനകത്ത് ശരിക്കും കീഴാർനെല്ലി ചേർത്തിട്ടുണ്ട്. നമ്മൾ എന്തിനാണ് കീഴാർനെല്ലി ഉപയോഗിക്കുക? കരളിനെ ശുദ്ധീകരിക്കാൻ, അല്ലേ? അപ്പോൾ കരളിൻ്റെ പ്രവർത്തനം, കുട്ടികൾ വിശപ്പുണ്ടാകുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് കൊടുക്കാം. 2 തരം പ്രോബയോട്ടിക്കുകൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വിശപ്പില്ലാത്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കിത് നിത്യേന കൊടുത്താൽ വിശപ്പുണ്ടാവും. പിന്നെ പൊക്കം വയ്ക്കാനും ആഗ്രഹിക്കാത്തവരാരുമില്ല. കുട്ടികളുടെ എല്ലിൻ്റെ വളർച്ചയെ കൂട്ടുന്നു. ഇതിനകത്ത് എന്താണ് അടങ്ങിയിരിക്കുന്നത്? മിൽക്ക് പ്രോട്ടീനുണ്ട്. 3 തരം പ്രോട്ടീനാണ്. മിൽക്കുണ്ട്, സോയയുണ്ട്, വേയുണ്ട്. അപ്പോൾ ഏത് പ്രായക്കാർ ഇൻഹേലർ യൂസ് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ മാറ്റാൻ, നമ്മുടെ പ്രിയപ്പെട്ട മാണിസാർ ഇവിടെ ഉള്ള ആളാണ്, അദ്ദേഹത്തിൻ്റെ ഇൻഹേലറിനെ മാറ്റിയത് ഈ ഒരു ന്യൂട്രിചാർജ് കിഡ്സ് ആണ്. അങ്ങനെ 48 ന്യൂട്രിയൻസ് അടങ്ങിയ ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണിത്. നമ്മളെല്ലാവരും കുട്ടികളെ സ്നേഹിക്കുന്നവരാണ്. അപ്പോൾ കുട്ടികൾക്ക് നിർബന്ധമായിട്ടും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വാങ്ങി നോക്കുക. ഈ ഒരു അവസരം മുതലാക്കുക. അതിനെ നമ്മൾക്ക് പ്രയോജനപ്പെടുത്തണം. ഓക്കെ. അതുപോലെ തന്നെ ഉള്ള ഏറ്റവും വണ്ടർഫുൾ റിസൾട്ടുള്ള പ്രൊഡക്റ്റാണ് ന്യൂട്രിചാർജ് വുമൺ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രകൃതിയുടെ സംരക്ഷണം. പ്രകൃതി നമുക്ക് എന്താണ് തരുന്നത്? സ്ത്രീകൾക്ക്. സ്ത്രീ എന്ന് പറഞ്ഞാൽ തന്നെ പ്രകൃതിയാണ്, അല്ലേ? അതിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമാണ്. സാറിവിടെ പറഞ്ഞു 1 കിലോ ചീര ഡെയിലി നമ്മൾ ഓരോ സ്ത്രീകളും കഴിക്കണമായിരുന്നു. എന്തുകൊണ്ടാണ്? മെൻസ്ട്രേഷൻ ഉള്ള സ്ത്രീകൾക്ക് ഒരു മാസത്തിൽ 184 ml ബ്ലഡ് വെളിയിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ ആരും മനസ്സിലാക്കാറില്ല. ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ജോലികൾ ചെയ്ത് അവരുടെ കുടുംബത്തെയും സമൂഹത്തെ, കുട്ടികളെയും ഒക്കെ നോക്കേണ്ട ഉത്തരവാദിത്തമുള്ളവരാണ്. പക്ഷേങ്കിൽ 21 mg അയൺ കിട്ടണമെങ്കിൽ ഡെയിലി 1 കിലോ ചീര കഴിക്കണം. അപ്പോൾ അത്രയും അയൺ കണ്ടന്റ് ഈ ഒരു ടാബ്ലറ്റിലുണ്ട്. 50ഓളം ന്യൂട്രിയൻസ് ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. 13 വൈറ്റമിൻസ് ഉണ്ട്, 13 മിനറൽസ് ഉണ്ട്, 5 ബൊട്ടാണിക്കൽസ് ഉണ്ട്, 6 അമിനോ ആസിഡുകളുണ്ട്. സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന മൂഡ് ചേഞ്ചുകൾ പ്രധാനമായിട്ടുള്ള പ്രശ്നമാണ്. കുട്ടികൾ ഉണ്ടാവാത്തവർക്ക് അവർക്കുള്ള സമൂല പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സ്ത്രീകളെ സഹായിക്കുന്നു. പീരിയഡ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഗർഭാശയ മുഴകൾ. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വെള്ളം കുടിക്കാറില്ല. അതുകൊണ്ട് എല്ലാ സ്ത്രീകൾക്കും, ഒട്ടുമിക്ക സ്ത്രീകൾക്ക് 40 വയസ്സിന് മേലിട്ടുള്ള സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ് യൂട്രസ് സംബന്ധമായ പ്രശ്നങ്ങൾ. യൂട്രസ് സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ധൈര്യപൂർവ്വം കൊടുക്കുക. സെൽഫ് ആദ്യം യൂസ് ചെയ്യുക, സെൽഫ് ലവ് ചെയ്യാൻ നമുക്ക് സ്ത്രീകൾക്ക്. അതുപോലെ പുരുഷന്മാർക്കും ഹീമോഗ്ലോബിൻ ലെവൽ തീരെ താന്നു പോകുന്നവരുണ്ടെങ്കിൽ അവർക്കും ഇത് നമുക്ക് യൂസ് ചെയ്യാൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളെ സ്നേഹിച്ച് നമ്മുടെ സമൂഹത്തെ സംരക്ഷിക്കാൻ നമുക്ക് എല്ലാവർക്കും ഈ ഒരു അവസരം ഉപയോഗിക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരു അവസരം സാറിന് നന്ദി പറയുന്നു. ഒപ്പം യാദൃശ്ചികമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നത്. പിന്നെ ഒരു ആരോഗ്യയായി വന്ന് ഇന്നൊരു ന്യൂട്രീഷൻ കൗൺസിലറായി മാറിയത് ഈ ഒരു ന്യൂട്രിചാർജ് വുമൺ മാത്രമാണ്. ഇത് 2 മാസം ഉപയോഗിച്ചപ്പോൾ എൻ്റെ ഹീമോഗ്ലോബിൻ 8 എന്നുള്ളത് 12ലേക്ക് ഉയർന്നു. അതുപോലെ തന്നെ 1 ഗ്ലാസ് പാല്, ശുദ്ധമായ പശുവിൻ പാല് കുടിക്കുന്ന 200 ml കാൽഷ്യമുണ്ട്. ഒരുപാട് സമയം ഇത് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു അവസരം തന്നതിന് നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു.